السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടേതുമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും അല്ലാഹു തആല സലാമത്തിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ട ഒരു വലിയ ഒരു അമലാണ്. ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ഒരു അമലിനെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളെന്ന് പറയുമ്പോൾ അത് ദുനിയാവിന് വേണ്ടി മാത്രമല്ല, ആഖിറത്തിലേക്കും കൂടിയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെയോ ദുനിയാവിൽ കിട്ടലോടുകൂടി തന്നെ ആഖിറത്തിലും അവൻ രക്ഷപ്പെടണം. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഗുണം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലും നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു അമലാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ ആ അമലുകൾ ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പതിവായി കൊണ്ടുവരേണ്ട ചില അമലുകൾ കുറെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഏറ്റവും പതിവാക്കി കൊണ്ടുവരേണ്ട ഒരു അമലെന്ന് പറയുന്നത് അൽ വുളൂ. വുളൂ ചെയ്യുക. നിന്റെ ജീവിതത്തിൽ നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് വുളൂ ചെയ്യാറുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ വുളൂ ചെയ്യാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏത് സമയത്തും നീ വുളൂവുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയാൽ അത് നിന്റെ ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണമാണെന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒതുവെടുക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അൽ വുളൂ ശത്റുൽ ഈമാൻ. അത് ഈമാനിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈമാനിന്റെ ഭാഗമാണ് വുളൂ ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ? വുളൂവെടുക്കുന്നതിന്റെ ഗുണങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് അൽ വുളൂ മുകഫിർ ദുനൂബ്. നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള കാരണമാണ് വുളൂ എന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട്, അന്നഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ല മിഥല വുളൂഇ ഹാദാ ثم قال من تولى هكذا غفر له ما تقدم من ذنبه. ഞാൻ ഈ ഒളിവെടുത്തതുപോലെ നിങ്ങൾ ഒളിവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കാനത് കാരണമാണെന്ന് സാദിഖുൽ മുസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മാത്രമല്ല, വുളൂ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? മൻ തവല്ല ഫഹസനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി. ആരെങ്കിലും നല്ല രീതിയിൽ വുളൂ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖറജത് ഖതായാ, അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു പോകുന്നതാണ്. മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ മുഴുവനും ഊർന്നൂർന്ന് കടന്നു പോകുന്നതാണ്. ഏതുവരെയും അറിയോ? ഹത്താ തഖറുജ മിൻ തഹ്തി അൾഫാരിഹി, അവന്റെ നഖത്തിന്റെ അടിയിലുള്ള അഴുക്ക് പോന്നവന്റെ നഖത്തിന്റെ അടിയിലുള്ളതാകുന്ന പാപങ്ങൾ പോലും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ മൂന്നാമത്തെ ഗുണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? മൂന്നാമത്തെ ഗുണം അൽ മുഹാഫളതു അലൽ വുളൂഇ മിൻ അലാമതി അഹ്ലിൽ ഈമാൻ. ഈമാനുള്ള അഖിലുകാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് വുളൂഇനെ സൂക്ഷിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്തഖീമൂ വലം തുഹസ്സൂ വഅലമു അന്ന ഖൈറ അഅമാലികും അസ്സലാത്ത് വലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, മുഅ്മിനായ മനുഷ്യനല്ലാതെ അവന് വുളൂഇനെ സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ അതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? എന്താ അതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന ഉമ്മതീ യദ്ഊന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്തിനെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നതാണ്. ആ സമയത്ത് അവർ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഹുറം മുഹജ്ജലീന മിൻ ആഥാരിൽ വുളൂ, വുളുവെടുത്തതിന്റെ കാരണത്താൽ അവർ കൈകാലുകൾ പ്രകാശിച്ചതായ നിലയിലാണ്, കൈകാലുകൾ മുഴുവനും പ്രകാശിച്ച നിലയിലാണ് അവർ കടന്നു വരുന്നത്. അങ്ങനെ വരെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അൽ വുളൂ മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന വ തഹല്ലി ബിഹുലിഹാ. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമോ, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമാണ് വുളൂ ചെയ്യുക എന്ന് ആദരവായ ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവേ സ്വർഗത്തിലേക്ക് കയറാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വർഗത്തിലെല്ലാം കയറിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തതായ നാട്ടിലേക്ക് കയറി വന്നുകൊണ്ട് സഹാബത്തിന് മുഴുവനും വിളിക്കുമ്പോ, അല്ലാഹുവേ, മഹാനായ സയ്യിദനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഓ ബിലാലേ, നിന്റെ വീട് ഞാൻ കണ്ടു ബിലാല്, സ്വർഗത്തിൽ നിന്റെ വീട് ഞാൻ കണ്ടു ബിലാല്, അതുവഴി നീ നടന്നു പോകുന്നതിന്റെ കാൽപ്പടി ശബ്ദം ഞാൻ കേട്ടുവെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെടുകയാണ്. സഹാബത്ത് വന്നുകൊണ്ട് ബിലാലിനോട് ചോദിക്കുന്നു, ഓ ബിലാൽ,
എങ്ങനെയാ നിനക്കിത് സാധിച്ചത്? എങ്ങനെയാ ബിലാലെ നിനക്കിത് സാധിച്ചത്? എങ്ങനെയാ സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കാൻ സാധിച്ചത്? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ മഹാനായ സയ്യിദനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഓ സഹാബാ, എന്റെ ജീവിതത്തിൽ ഞാൻ വുളുവഴിച്ചൊരു സമയമില്ല. ഏത് സമയത്തും ഞാൻ വുളുവിലായിരിക്കും ജീവിക്കുന്നതെന്ന് സയ്യിദനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അത്രത്തോളം പവിത്രമായ ഒരു അമലാണ്. ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ കന്നുവരാൻ, നമ്മുടെ മുഖം വല്ലാതെ വെട്ടിത്തിളങ്ങാൻ കാരണമാണ് വുളു എന്ന് പറയുന്നത്. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ശിഫയാണ്. ആരെങ്കിലും വുളുവെടുത്തുകൊണ്ട് കിടക്കുകയും ആ കിടത്തത്തിൽ കിടന്നുകൊണ്ടെങ്ങാനും മരണപ്പെട്ടു പോയാൽ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വുളു നമ്മുടെ ജീവിതത്തിൽ ദായിമായി കൊണ്ടുവരാൻ കഴിയണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ട്. എല്ലാ ദിവസവും ഇത് കാണുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.